നടൻ സിദ്ദീഖിനെതിരെ രൂക്ഷ വിമർശനവുമായി ലൈംഗികാതിക്രമ ആരോപണം ഉന്നയിച്ച നടി രേവതി സമ്പത്ത്. സിദ്ദീഖിനെ സിനിമയിൽ നിന്ന് വിലക്കണമെന്നും രേവതി പറഞ്ഞു. സിനിമ മോഹിച്ചെത്തി എന്നെ പോലുള്ള പലരുടെയും സ്വപ്നങ്ങളിൽ ചവിട്ടി നേടിയ പദവിയാണിത്. സിദ്ദീഖിനെതിരെ തെളിവുകൾ കയ്യിലുണ്ടെന്നും രേവതി പറഞ്ഞു. സിദ്ദീഖിൽ നിന്ന് തന്റെ ചെറിയ പ്രായത്തിൽ ലൈംഗികാതിക്രമം നേരിട്ടതായാണ് രേവതി ആരോപിക്കുന്നത്. 2019 മുതൽ രേവതി ഇതേ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. വ്യാജമെന്നു കരുതിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് സിദ്ദീഖ് തന്നെ ബന്ധപ്പെട്ടിരുന്നതെന്നും ചർച്ചയ്ക്കെന്ന പേരിൽ മാസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ലൈംഗികമായി ചൂഷണം ചെയ്തെന്നും രേവതി ആരോപിച്ചു. മോളെ എന്ന് വിളിച്ചാണ് സിദ്ദീഖ് തന്നെ സമീപിച്ചതെന്നും മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും രേവതി സമ്പത്ത് വ്യക്തമാക്കി. 2019 മുതൽ താനിത് പൊതുസമൂഹത്തിന് മുന്നിൽ ആവർത്തിച്ച് പറയുന്നതായും അതിനാൽ നിരവധി അവസരങ്ങൾ നഷ്ടപ്പെട്ടതായും രേവതി പറഞ്ഞു. സിദ്ദീഖ് നമ്പർ 1 ക്രിമിനലാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സിദ്ദീഖ് സംസാരിക്കുന്നത് കണ്ടു. അയാൾ പറയുന്നതെല്ലാം കള്ളമാണെന്നും രേവതി കൂട്ടിച്ചേർത്തു. സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ സിദ്ദീഖിന് ക്രിമിനലിനെ കാണാം. അയാൾ കാരണം തനിക്ക് നഷ്ടപ്പെട്ടത് തന്റെ സ്വപ്നങ്ങളാണ്, തന്റെ മാനസികാരോഗ്യമാണ്. സഹായം ചോദിച്ച് താൻ മുട്ടിയ വാതിലുകൾ ഒന്നും തുറന്നില്ല. മാതാപിതാക്കൾ മാത്രമേ അക്കാലത്ത് ഒപ്പം ഉണ്ടായിരുന്നുള്ളൂവെന്നും രേവതി പറഞ്ഞു. നീതി ലഭിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയാൽ കേസുമായി മുന്നോട്ടു പോകുമെന്നും തന്റെ തൊഴിലിനും സ്വപ്നങ്ങൾക്കും സുരക്ഷിതത്വം ലഭിക്കുമെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉറപ്പുണ്ടാകണമെന്നും സിദ്ദീഖിന്റെ രാജി തന്ത്രത്തിന്റെ ഭാഗമാണെന്നുമാണ് കരുതുന്നത്. നിഷ്കളങ്കനാണെന്ന് വരുത്തി സിമ്പതി പിടിച്ചുപറ്റാനുള്ള ശ്രമമാണ് സിദ്ദീഖിന്റേതെന്ന് രേവതി പറഞ്ഞു. കൂടാതെ നടൻ റിയാസ് ഖാനെതിരെയും രേവതി ഗുരുതര ആരോപണം ഉന്നയിക്കുന്നുണ്ട്. റിയാസ് ഖാനിൽ നിന്ന് വളരെ മോശം അനുഭവം ഉണ്ടായെന്ന് രേവതി പറഞ്ഞു. ഫോണിൽ വിളിച്ച് റിയാസ് ഖാൻ അശ്ലീലം പറഞ്ഞു. സഹകരിക്കുന്ന കൂട്ടുകാരികൾ ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. ഒരു ഫോട്ടോഗ്രാഫറിന്റെ കയ്യിൽ നിന്ന് എന്റെ അനുവാദമില്ലാതെ ഫോൺ നമ്പർ വാങ്ങിയാണ് റിയാസ് ഖാൻ വിളിച്ചത്. രാത്രി ഫോൺ വിളിച്ച് വൃത്തികേടുകൾ പറഞ്ഞു. സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ എന്നും ചോദിച്ചു. ഏത് പൊസിഷനാണ് ഏറ്റവും ഇഷ്ടം, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. വല്ലാത്ത ഞെട്ടലായിപ്പോയി. ഒടുവിൽ 9 ദിവസം കൊച്ചിയിലുണ്ടെന്നും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കൂട്ടുകാരെ ആരെയെങ്കിലും ഒപ്പിച്ചു തന്നാൽ മതിയെന്നും റിയാസ് ഖാൻ പറഞ്ഞു എന്നാണ് രേവതി വെളിപ്പെടുത്തുന്നത്.